ഓക്കെ, അപ്പൊ നമ്മൾ ഹൈഡ്രജൻ എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യം നമുക്ക് പീരിയോഡിക് ടേബിളില് ഹൈഡ്രജന്റെ പൊസിഷൻ നമുക്ക് എന്താന്ന് നമുക്ക് ഫസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ഹൈഡ്രജന്റെ പൊസിഷൻ പീരിയോഡിക് ടേബിൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് തന്നിട്ടുള്ളത്, അതിന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം. ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്ക് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രജൻ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ്, അതായത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആൽക്കലി മെറ്റൽസ് ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഹാലജൻ ഗ്രൂപ്പിലെ 17th ഗ്രൂപ്പ് ഹാലജനുമായിട്ടും റിസംബ്ലൻസ് കാണിക്കുന്ന ഒരു എലമെന്റ് ആണ് ഹൈഡ്രജൻ. ഓക്കെ അല്ലേ? ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് ഫസ്റ്റ് ഗ്രൂപ്പ് ആൽക്കലി മെറ്റൽസുമായിട്ടും 17th ഗ്രൂപ്പ് ഹാലജൻ മെറ്റൽസുമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്, സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് അവരുടെ സിമിലാരിറ്റീസ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൽക്കലി മെറ്റൽസിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇപ്പൊ ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ലിഥിയം, സോഡിയം, അല്ലെ, പൊട്ടാസ്യം, ഇവരൊക്കെ നമ്മൾ ലിഥിയത്തിനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 3 ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ അല്ലെ, 2,1 ആണല്ലോ. അതുപോലെ സോഡിയം 2,8,1 അല്ലെ, അത് 11 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ 1 അല്ലെ, അവസാനം ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എപ്പോഴും ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവരെ എന്ത് പറയാം? അവർ യൂണി പോസിറ്റീവ് അയോൺസ് ഫോം ചെയ്യാനുള്ള ആൾക്കാരാണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ? അതേപോലെ തന്നെയാണ് നമ്മുടെ ഹൈഡ്രജന്റെ കേസിലും എങ്ങനെയാണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലില് എത്ര ഇലക്ട്രോൺ ഉണ്ട്? ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അതായത് യൂണി പോസിറ്റീവ് അയേൺ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? നമ്മുടെ ഹൈഡ്രജൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അതൊരു റിസംബ്ലൻസ് അല്ലേ. ഇനി മറ്റൊരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രജന് ഈ ആൽക്കലി മെറ്റൽസിനെ പോലെ തന്നെ ഓക്സൈഡുകൾ, അതുപോലെ ഹാലൈഡുകൾ, സൾഫൈഡുകൾ ഒക്കെ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക്, അതുപോലെ ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, നമ്മുടെ ഓരോ ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊക്കെ ഉണ്ട് +1 +2 അപ്പൊ അതിൽ തന്നെ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ പ്രോപ്പർട്ടീസ്, അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്, അങ്ങനെ ഫിസിക്കൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതിലൊക്കെ ഈ കറക്റ്റ് ആയിട്ട് നമുക്ക് എസ് ബ്ലോക്ക് എലമെന്റ്സ് ഏതൊക്കെ ഫോം ചെയ്യും, ഏതൊക്കെ ഓക്സൈഡുകൾ, അല്ലെങ്കിൽ ഏതൊക്കെ ഹാലൈഡുകൾ ഫോം ചെയ്യുന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ അതേപോലെ തന്നെ ആൽക്കലി മെറ്റൽസ് ഫോം ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ എലമെന്റും ഫോം ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? ഹൈഡ്രജൻ എന്നുള്ള എലമെന്റ് ആൽക്കലി മെറ്റൽസിനെ പോലെ തന്നെ കുറേ എല്ലാം അല്ലെ, ആൽക്കലി മെറ്റൽസിനെ പോലെ തന്നെ എല്ലാ പ്രോപ്പർട്ടീസും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും സിമിലാരിറ്റീസ് അല്ലെ, റിസംബ്ലൻസ് വിത്ത് ആൽക്കലി മെറ്റൽസ് അല്ലെ, സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. എഗെയിൻ നമുക്ക് 17th ഗ്രൂപ്പിലേക്ക് പോയാലോ, അതായത് ഹാലജൻസിലേക്ക് പോവുകയാണെങ്കിലോ? യെസ്, ഹാലജൻസിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കി നമ്മുടെ ഹാലജൻസിന് റിക്വയർസ് ഓൺലി 1 ഇലക്ട്രോൺ ടു കംപ്ലീറ്റ് ദി വാലൻസ് ഷെൽ കോൺഫിഗറേഷൻ. ആണോ? 17th ഗ്രൂപ്പ് ആണ് അല്ലെ ഹാലജൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എപ്പോഴും ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ഓക്കെ അല്ലെ? സോ അവരെന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണെ എപ്പോഴും ഗെയിൻ ചെയ്യാനാണ് നോക്കും. നെഗറ്റീവ് അയോണുകളാണ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം. പറഞ്ഞുകൂടെ? ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഹാലജൻസ് ആണ് 17th ഗ്രൂപ്പ് അല്ലെ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, ഇവരൊക്കെ 17th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ Cl എങ്ങനെ എഴുതാറുള്ളത്? പൊതുവെ Cl- അല്ലെ, 1- അല്ലെ. അതുപോലെ ബ്രോമിയം അല്ലെ, അതുപോലെ ഫ്ലൂറിൻ, ഇവരൊക്കെ നമ്മൾ ഒരു യൂണി നെഗറ്റീവ് അയോൺ ആയിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത് അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ആളും. ഓക്കെ അല്ലെ? ഇറ്റ് എക്സിസ്റ്റ് ആസ് ഡൈ അറ്റോമിക് മോളിക്യൂൾ. ആണോ? ഡൈ അറ്റോമിക് മോളിക്യൂൾ ആയിട്ടാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. എപ്പോ? ഇറ്റ് കമ്പൈൻസ് വിത്ത് മെറ്റൽസ്. എന്ത് ചെയ്യുന്നു? അവർ മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യുന്നു? ഹൈഡ്രൈഡ്സ് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ അവര് നോൺ മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ധാരാളം ലാർജ് നമ്പർ ഓഫ് കോവാലന്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. സോ ഇതേ പ്രോപ്പർട്ടീസ് തന്നെ ആരും കാണിക്കുന്നുണ്ട്? നമ്മുടെ ഹൈഡ്രജനും കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നുണ്ട്? ഹാലജൻസിന്റെ ഈ ഒരു സ്വഭാവങ്ങളൊക്കെ തന്നെ ആരും കാണിക്കുന്നുണ്ട്? ഹൈഡ്രജനും കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് 17th ഗ്രൂപ്പും ഫസ്റ്റ് ഗ്രൂപ്പിന്റെയും റിസംബ്ലൻസ് കാണിക്കുന്നുണ്ട്.
മനസ്സിലായോ? സോ നമുക്ക് ഹൈഡ്രജൻ എപ്പോഴും നമുക്കറിയാലേ ഒരു പ്രോപ്പർ ആയിട്ട് പ്ലേസ് നമ്മൾ ഹൈഡ്രജന് കൊടുത്തിട്ടുണ്ടോ പീരിയോഡിക് ടേബിളിൽ? ഇല്ല അല്ലെ? നമ്മളൊന്ന് പൊന്തി അല്ലെ ഒന്ന് പൊക്കി വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നോക്കി അറിയാം അല്ലെ? ഒത്തിരി പൊസിഷൻ ആൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഒരു ഇന്ന പൊസിഷനാണ് ഹൈഡ്രജൻ എന്ന് നമ്മൾ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അയാള് ഈ രണ്ട് തോണിയിലും കാലിട്ട് കിടക്കാന്നൊക്കെ പറയില്ല, അതേപോലെ ഈ രണ്ട് ആൾക്കാരുടെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളായത് കൊണ്ടാണ് നമ്മൾ ഹൈഡ്രജന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലേസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഏകദേശം ഹൈഡ്രജന്റെ പൊസിഷൻ, നമുക്ക് പീരിയോഡിക് ടേബിളിലെ പൊസിഷൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഹൈഡ്രജനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. സോ അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ചാണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താണ് ഐസോടോപ്പ്? ഒന്ന് ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോവാം അല്ലെ? അറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പറിൽ വ്യത്യാസമുള്ള ആൾക്കാരാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺസ് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. സോ നമുക്ക് ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഐസോടോപ്പാണ് പ്രോട്ടിയം എന്ന് പറയുന്നത്, രണ്ടാമത്തതാണ് ഡ്യൂട്ടീരിയം, മൂന്നാമത്തത് ട്രിഷിയം അല്ലെ? പ്രോട്ടിയം എന്ന് പറയുമ്പോൾ 1H1, ഡ്യൂട്ടീരിയം 1H2, ട്രിഷിയം 1H3. ഓക്കെ ആണല്ലോ? കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇതിന് തന്നെ കണ്ടോ, ഇതിന്റെയൊക്കെ നിങ്ങൾ ZXA എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിനെ എഴുതാറുള്ളത്. അതിൽ Z എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ ആണ്. അറ്റോമിക് നമ്പർ എല്ലാവരുടെയും 1 ആണ്. മാസ് നമ്പർ, പ്രോട്ടിയത്തിന്റെ മാസ് നമ്പർ 1 ആണ്, ഡ്യൂട്ടീരിയത്തിന്റെ മാസ് നമ്പർ 2 ആണ്, ട്രിഷിയത്തിന്റെ മാസ് നമ്പർ 3 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണ് 3 ഐസോടോപ്പുകൾ നമ്മുടെ ഹൈഡ്രജന് ഉള്ളത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഈ ഐസോടോപ്പുകൾ തന്നെ ദ മേജർ ഫോം ഈസ് പ്രോട്ടിയം. മേജർ ഫോം അല്ലെ? ഇതിൽ മുഖ്യമായിട്ടുള്ള മേജർ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടിയം ആണ്. ഇനി ട്രിഷിയം, ഇതിൽ ട്രിഷിയം മാത്രമാണ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ആള്. അതുപോലെ തന്നെ ഈ ഐസോടോപ്പുകൾക്കൊക്കെ സെയിം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ ദേ ഹാവ് ഓൾമോസ്റ്റ് ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇവർക്ക് എല്ലാവർക്കും തന്നെ ഒരേപോലത്തെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്ന് പറയുന്നത് 3 ഐസോടോപ്പുകളാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇവയിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് പ്രോട്ടിയം ആണെന്ന് പറഞ്ഞു. അതുപോലെ ട്രിഷിയം എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് എന്തെന്ന് പറയുന്നത്? റേഡിയോ ആക്റ്റീവ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് എല്ലാവർക്കും തന്നെ ഏകദേശം ഒരേപോലത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവർക്ക് കെമിക്കൽ പ്രോപ്പർട്ടീസ് സിമിലാരിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു ചെറിയൊരു ടേബിളിൽ നമ്മൾ ശരിക്കും വർക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. ഒത്തിരി വർക്ക് ചെയ്യാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ അതിൽ ആൻസർ ചെയ്ത് തന്നു. അതായത് ഇപ്പൊ നമ്മൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ ശരിക്കും ഇതിൽ ചോദിക്കുന്നതാണ്. അതായത് ഇപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഐസോടോപ്പുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നതും അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതും സെയിം ആണ്. സോ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എഴുതാനായിട്ടില്ല. അപ്പൊ എല്ലാവരുടെയും പ്രോട്ടിയം ആണെങ്കിലും ഡ്യൂട്ടീരിയം ആണെങ്കിലും ട്രിഷിയം ആണെങ്കിലും നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1 അല്ലെ? 1 തന്നെയാണ്. ദെൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അവിടുത്തെ മാസ് നമ്പർ കിട്ടും അല്ലെ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാസ് നമ്പർ നമുക്കറിയാം, നമ്പർ ഓഫ് പ്രോട്ടോൺസും അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രോണിന്റെ നമ്പർ ഇതിൽ കൂടെ എഴുതാമല്ലോ. എത്രയാണ് പ്രോട്ടിയത്തിന്റെ ന്യൂട്രോണിന്റെ നമ്പർ വരുന്നത്? 0 ആണ് വരിക അല്ലെ? അതുപോലെ തന്നെ ഡ്യൂട്ടീരിയത്തിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ട്രിഷിയത്തിന്റെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓക്കെ ആണല്ലോ അല്ലെ? നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയാവുന്ന ഒന്നാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. ഓക്കെ അല്ലെ? ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ പോവാനായിട്ട് പോകുന്നത് നമ്മുടെ ഹൈഡ്രജന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. നമുക്ക് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് വായിച്ചാൽ തന്നെ കിട്ടുന്ന ഒന്നാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ആരുടെയാണ്? ഹൈഡ്രജന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് റിയാക്ഷൻ വിത്ത് ഹാലജൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? റിയാക്ഷൻ വിത്ത് ഹാലജൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പീരിയോഡിക് ടേബിളിൽ അവരുടെ പൊസിഷൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് എന്ത്? അതായത്
ഹാലജൻസിനെ പോലെ തന്നെ ഹൈഡ്രജനും എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മൾ പറഞ്ഞു? ഹാലൈഡുകൾ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് ഹാലൈഡ്സ് ഫോം ചെയ്യുന്നത്? നമ്മൾ അവിടെ പറയുന്നത് ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയുന്നത് ഹാലൈഡുകൾ ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ്. വ്യത്യാസമുണ്ട്. നേരത്തെ പറഞ്ഞ ഹൈഡ്രൈഡുകളാണ്, ഇവിടെ ഹാലൈഡ്സ് ആണ്. ആരുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ ഹാലൈഡുകൾ ഫോം ചെയ്യുന്നത്? ഹൈഡ്രജനും ഏതെങ്കിലും ഒരു ഹാലജനും കൂടി കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഹൈഡ്രജൻ ഹാലൈഡ് ഫോം ചെയ്യുന്നത്. HX ആണ് അതിന്റെ സിമ്പിൾ. നമ്മളൊരു ജനറൽ എക്സാമ്പിൾ വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്. H2 plus X2 gives 2HX എന്ന് തന്നിട്ടുണ്ട് അല്ലെ. H2 എന്ന് പറയാൻ നമ്മുടെ ഹൈഡ്രജൻ, X2 എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഹാലൈഡ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലോറിൻ എടുക്കാം. അപ്പൊ ക്ലോറിൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എങ്ങനെ വരും? ക്ലോറിൻ ആണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ വരും? Cl2 എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ. അതുപോലെ തന്നെ 2HX എന്നുള്ളത് എന്തായിട്ട് മാറും? 2HCl എന്നായിട്ട് മാറും. ഓക്കെ അല്ലെ? വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ബ്രോമിൻ എടുക്കാം അല്ലെ. എങ്ങനെ എടുക്കാം? ഇവിടെ നമുക്ക് വേണമെങ്കിൽ H2 അല്ലെ. H2ന്റെ സ്ഥാനത്ത് H2 പ്ലസ് എന്തെടുക്കാം? X2ന് പകരം ഞാൻ Cl2 എന്ന് എടുത്തു എന്ന് വിചാരിച്ചോളൂ. Cl2 എന്ന് എടുത്തു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? 2HCl എന്ന് കിട്ടും. ഓക്കെ അല്ലെ? ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടി. ഓക്കെ ആണല്ലോ. നമുക്ക് Br2 എടുക്കാം. അപ്പൊ ഹൈഡ്രജൻ ബ്രോമൈഡ് കിട്ടും. I എടുക്കുന്നതിൽ ഹൈഡ്രജൻ അയോഡൈഡ് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഏത് എലമെന്റ് ആണെങ്കിൽ, ഏത് ഹാലജൻ ആണോ നമ്മൾ എടുക്കുന്നത് അതിനിതായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഏത് ഹാലജൻ ആണോ നമ്മൾ എടുക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ഹാലൈഡ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നുണ്ടാവുന്നത്. ഓക്കെ അല്ലെ? എഗെയിൻ അടുത്തതാണ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. താഴെ തന്നിട്ടുണ്ട്. റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണ് തന്നിട്ടുള്ളത്. എന്താണ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ? നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്ന ഒന്നാണ്. ഹൈഡ്രജൻ ഓക്സിജനുമായി കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ഉണ്ടാവുന്നു. അപ്പൊ ഇതാണ് ആദ്യത്തെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഫസ്റ്റ് വരുന്ന രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ആദ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഹാലജനും ഓക്സിജനുമായിട്ടുള്ളത്. സിമ്പിൾ ആണ് അല്ലെ. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവാവുന്ന ഒന്നാണ്. ഓക്കെ അല്ലെ? അപ്പൊ ഹാലജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? ഹൈഡ്രജൻ ഹാലൈഡുകളാണ് ഫോം ചെയ്യുന്നത്. ഹാലജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഫോം ചെയ്യുന്നത് ഹൈഡ്രജൻ ഹാലൈഡുകളാണ്. അതേപോലെ തന്നെ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് വാട്ടർ ആണ്. നെക്സ്റ്റ് അടുത്തതാണ് നൈട്രജൻ. എന്താണ്? നൈട്രജനുമായിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ഫോം ചെയ്യുന്നു? അമോണിയ ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലെ? അമോണിയ ഫോം ചെയ്യുന്നു. N2 plus 3H2 gives 2NH3. അമോണിയ ഫോം ചെയ്യുന്നു. ഇവിടെ പ്രത്യേകം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെ തന്നിട്ടുള്ളത്? 773 കെൽവിൻ ടെമ്പറേച്ചറിലും 200 ATM പ്രഷറിലുമാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് Fe അല്ലെങ്കിൽ MO, അതായത് അയേൺ അല്ലെങ്കിൽ മോളിബ്ഡിനം ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? മനസ്സിലായോ? അപ്പൊ നൈട്രജനുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് അമോണിയ ആണ്. നെക്സ്റ്റ് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടി എന്താണ്? ഡൈഹൈഡ്രജൻ. ഡൈഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ H2 ഹൈഡ്രജൻ, H2 എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈഹൈഡ്രജൻ അല്ലെ. ഡൈഹൈഡ്രജൻ നമ്മൾ പറയുന്നു. ഡൈഹൈഡ്രജൻ എന്ന് പറയുന്നത് ഡയറ്റോമിക് മോളിക്യൂൾ ആയതുകൊണ്ടാണ് ഡൈഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് മെറ്റൽസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ ടു ഫോം മെറ്റൽ ഹൈഡ്രൈഡ്സ് അല്ലെ. എന്ത് ചെയ്യുന്നു? ഡൈഹൈഡ്രജൻ മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് മെറ്റൽ ഹൈഡ്രൈഡുകളാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലെ? മെറ്റൽ ഹൈഡ്രൈഡുകളാണ് ഫോം ചെയ്യുന്നത്. അതും ടെമ്പറേച്ചർ ശ്രദ്ധിക്കണം. ഹൈ ടെമ്പറേച്ചറിലായിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ. അപ്പോൾ നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമോണിയ ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ മെറ്റൽസുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യുന്നു? മെറ്റൽ ഹൈഡ്രൈഡുകളാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഏറ്റവും ലാസ്റ്റത്തെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്. എങ്ങനെയാണ് റിയാക്ഷൻ വിത്ത് ഓർഗാനിക് കോമ്പൗണ്ട്? ഇറ്റ് റിയാക്ട്സ് വിത്ത് മെനി ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ടു ഫോം ഹൈഡ്രോജനേറ്റഡ് കോമ്പൗണ്ട്. അതായത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? അവര് ഓർഗാനിക് കോമ്പൗണ്ടുകളായിട്ട്, ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, കാർബണും ഹൈഡ്രജനും അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളെയാണ് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. ആ ഓർഗാനിക് കോമ്പൗണ്ടുകളുമായിട്ട് ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ഷൻ നടക്കുമ്പോൾ ഹൈഡ്രോജനേറ്റഡ് കോമ്പൗണ്ട് ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ?
നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട് ഹൈഡ്രജൻ അല്ലെ. ഹൈഡ്രജനും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ഷൻ നടക്കുന്നു. ആരുടെ ഒപ്പമാണ്? ആൽക്കീന്റെ ഒപ്പമാണ് അല്ലെ റിയാക്ഷൻ നടക്കുന്നത്. ആൽക്കീന്റെ ഒപ്പം റിയാക്ഷൻ നടക്കുന്നു. ഇതാണ് നമ്മുടെ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ആൽക്കീൻ. റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. എന്താ കിട്ടുന്ന പ്രോഡക്റ്റ്? ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. ഇതിനെ വിളിക്കുന്ന പേരുണ്ട്, ഈ ഒരു റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോഫോർമൈലേഷൻ ഓഫ് ആൽക്കീൻ. ഈ റിയാക്ഷനെ പറയുന്ന ഒരു പേരാണ് ഹൈഡ്രോഫോർമൈലേഷൻ ഓഫ് ആൽക്കീൻ. ഓക്കെ അല്ലെ? എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ആൽഡിഹൈഡിനെ വീണ്ടും നമുക്കൊന്ന് റിഡക്ഷൻ നടത്തിയാലോ? റിഡക്ഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനുമായിട്ട് റിയാക്ഷൻ നടത്തുന്നു. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ആൽക്കഹോൾ ആണ് കിട്ടുന്നത് അല്ലെ. ആൽഡിഹൈഡിന് റിഡക്ഷൻ നടക്കുമ്പോൾ ആൽക്കഹോൾ കിട്ടുന്നു. മനസ്സിലായോ? അപ്പൊ നമുക്ക് ശ്രദ്ധിക്കുക, ഓർഗാനിക് കോമ്പൗണ്ടുകളുമായിട്ടാണ് ഹൈഡ്രജൻ റിയാക്ഷനിൽ വരുന്നതെങ്കിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യുന്നു. ആ ആൽഡിഹൈഡിനെ അല്ലെ ഹൈഡ്രജനേറ്റഡ് കോമ്പൗണ്ട് ആണ് അല്ലെ, അതിന് വീണ്ടും നമ്മൾക്ക് റിഡക്ഷൻ നടത്താണ്, വീണ്ടും ഹൈഡ്രജനുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൽക്കഹോൾ ആണ് കിട്ടുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് ഇവിടുത്തെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ആദ്യം വരുന്നത് ഹാലജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. പിന്നെ നമുക്ക് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ പറയാം. അതിനുശേഷം നൈട്രജനുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. നൈട്രജനുമായിട്ടുള്ള റിയാക്ഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. നൈട്രജനുമായിട്ടുള്ള റിയാക്ഷൻ, അതായത് അമോണിയയുടെ പ്രിപ്പറേഷൻ കൂടിയാണ് ആ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് പറയാനുള്ളത് മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. മെറ്റൽസുമായിട്ടുള്ള റിയാക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെ. ഓർഗാനിക് കോമ്പൗണ്ടിൽ നമുക്ക് ഹൈഡ്രജനേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നത് ഇവരുടെ. ഇനി നമുക്ക് ഇവരുടെ ലബോറട്ടറി പ്രിപ്പറേഷനിലേക്ക് പോവാം. ഓക്കെ അല്ലെ? ലബോറട്ടറി പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ ഡൈഹൈഡ്രജൻ അല്ലെ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡയറ്റോമിക്ക എന്ന് പറഞ്ഞു. അവരെ നമ്മൾ ഡൈഹൈഡ്രജൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ, അറിയാലോ ഡൈഹൈഡ്രജൻ എന്ന് പറയുന്നത്. സോ ഡൈഹൈഡ്രജന്റെ ലബോറട്ടറി പ്രിപ്പറേഷൻ, പിന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ ഉണ്ട്, പിന്നെ അവരുടെ യൂസസ് കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ലബോറട്ടറി പ്രിപ്പറേഷൻ ഓഫ് ഡൈഹൈഡ്രജൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഗ്രാനുലേറ്റഡ് സിങ്ക് ആൻഡ് ഡൈല്യൂട്ട് HCl. അപ്പൊ സിങ്കും ഡൈല്യൂട്ട് HClഉം കൂടിയിട്ട് റിയാക്ഷൻ നടക്കുന്നു അല്ലെ. സിങ്കും HClഉം കൂട്ടി റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഡൈഹൈഡ്രജൻ അല്ലെ, ഡൈഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്തു. ലബോറട്ടറി അല്ലെ, ലാബിൽ നമുക്ക് ഈസി മെത്തേഡിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഗ്രാനുലേറ്റഡ് സിങ്കും അതുപോലെ തന്നെ ഡൈല്യൂട്ട് ആയിട്ടുള്ള HCl നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡൈഹൈഡ്രജനെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലെ? ഇനി രണ്ടാമത്തെ ഈസി വേ എന്ന് പറയുന്നത് ദ റിയാക്ഷൻ ഓഫ് സിങ്ക് വിത്ത് അക്വസ് ആൽക്കലി. അക്വസ് ആൽക്കലി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ആ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് സിങ്കിന് റിയാക്ഷൻ നടത്തുന്നു. അപ്പൊ എന്തുണ്ടാവുന്നു? സോഡിയവും സിങ്കും ഓക്സിജനും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? സോഡിയം സിങ്കേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. Na2ZnO2 സോഡിയം സിങ്കേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഒപ്പം അവിടെ എന്താണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് എന്താണ് അവിടെ കിട്ടുന്നത്? നമ്മുടെ ബൈ പ്രൊഡക്റ്റ് ആണ് Na2ZnO2. അവിടെ കിട്ടുന്ന മെയിൻ പ്രൊഡക്റ്റ് ഏതാണ്? ഡൈഹൈഡ്രജൻ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലെ? ഡൈഹൈഡ്രജൻ അല്ലെ, നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഡൈഹൈഡ്രജൻ. കണ്ടോ? ഹൈഡ്രജൻ. അതുപോലെ ഇവിടെയും ഹൈഡ്രജൻ കിട്ടി. ഓക്കെ അല്ലെ? അപ്പൊ ലാബില് ഈസി വേയിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. ഒന്നാമത്തത് സിങ്കും ഡൈല്യൂട്ട് HClഉം തമ്മിലുള്ള റിയാക്ഷൻ ആണ്. രണ്ടാമത്തത് സിങ്കും അക്വസ് ആൽക്കലിയും തമ്മിലുള്ള റിയാക്ഷൻ ആണ്. ഓക്കെ അല്ലെ? ഇത് ലബോറട്ടറി പ്രിപ്പറേഷൻ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ അല്ലെ, കൊമേഴ്ഷ്യൽ ആയിട്ട് ബൾക്കായിട്ട് നമുക്ക് എങ്ങനെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ഹൈഡ്രജൻ ഡൈഹൈഡ്രജനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ അല്ലെ? കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ അല്ലെ, കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ. ഓക്കെ അല്ലെ? നമുക്ക് ഒന്നാമത്തത് നമുക്ക് ഷോക്ക് അടിപ്പിക്കുന്ന പരിപാടികളാണ് നമ്മൾ ചെയ്യുന്നത്. ഇലക്ട്രോളിസിസ് ആണ് അല്ലെ. ഇലക്ട്രിസിറ്റി വെച്ചുള്ള കളിയാണ് ആദ്യത്തത്, ഇലക്ട്രോളിസിസ്. ആരെയാണ് നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നത്? അസിഡിഫൈഡ് വാട്ടറിനെ, വെള്ളത്തിലേക്ക് ആസിഡ് ചേർക്കുന്ന പരിപാടി അല്ലെ, കുറച്ച് ആസിഡ് ചേർക്കുന്ന പരിപാടി, അത് നമ്മൾ അസിഡിഫൈഡ് വാട്ടർ എന്ന് വിളിക്കുന്നത്. ആ അസിഡിഫൈഡ് വാട്ടറിനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. ഇലക്ട്രോളിസിസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഇലക്ട്രോഡ് വേണം അല്ലെ. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്ലാറ്റിനം ഇലക്ട്രോഡുകളാണ്. ഓക്കെ അല്ലെ? അപ്പൊ പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചുകൊണ്ട്
വെറും വാട്ടർ അല്ല, അസിഡിഫൈഡ് വാട്ടറിനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന പറഞ്ഞിട്ടുള്ളത്? ഹൈഡ്രജൻ ഒപ്റ്റെയിൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് നോക്കാം. ആ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അസിഡിഫൈഡ് വാട്ടർ 2H2O ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് 2H2+O2. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഇലക്ട്രോളിസിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇലക്ട്രോഡുകൾ ഉണ്ടാവും, ആനോഡ് കാഥോഡ് ഉണ്ടാവും. സോൾട്ട് ബ്രിഡ്ജ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി നമ്മൾ പാസ് ചെയ്യുന്നു. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ റിയാക്ഷൻസ് ഒക്കെ നടന്നതിന് ശേഷം കാഥോഡിലാണ് എന്തുണ്ടാവുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്. അതുപോലെ ആനോഡിലാണ് ഓക്സിജൻ വരുന്നത്. മനസ്സിലായോ? കാഥോഡിലാണ് ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വെക്കണേ. എവിടെയാണ് ഹൈഡ്രജൻ വരുന്നത്? കാഥോഡിലാണ് ഹൈഡ്രജൻ വരുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? കാഥോഡിലാണ് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇലക്ട്രോളിസിസ്. അപ്പോ അസിഡിഫൈഡ് വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? നമുക്ക് ആവശ്യമുള്ള ഡൈഹൈഡ്രജനും കിട്ടുന്നുണ്ട്, ഒപ്പം ഓക്സിജനും കിട്ടുന്നുണ്ടാവും. കാഥോഡിലാണ് ഹൈഡ്രജൻ ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ നമ്മൾ എന്താ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഹൈ പ്യൂരിറ്റി ഡൈഹൈഡ്രജൻ ഒപ്റ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കാം. ഹൈ പ്യൂരിറ്റി ഡൈഹൈഡ്രജൻ ഒപ്റ്റെയിൻ ചെയ്യണമെന്ന് വിചാരിക്കുക. നല്ല പ്യൂരിഫൈഡ് ആയിട്ടുള്ള, നല്ല പ്യുവർ ആയിട്ടുള്ള ഡൈഹൈഡ്രജൻ, ഏകദേശം ഒരു 100% നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും 100 to 99.95 എന്നൊക്കെ പറയില്ലേ. അപ്പൊ കുറച്ച് കുറവുള്ളൂ അല്ലെ, ഒരു 0.5 കുറവുള്ളൂ. അപ്പൊ നമ്മൾ അത്രയും പെർസെൻറ്റേജ് പ്യുവർ ആയിട്ടുള്ള ഡൈഹൈഡ്രജൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇലക്ട്രോളിസിസ് ചെയ്താൽ മതി. ആരെയാണ് ഇലക്ട്രോളിസിസ് ചെയ്യുന്നുണ്ടത്? വാം അക്വസ് ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, BaOH2 അല്ലെ, ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, വാം അക്വസ് BaOH2 ബേരിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മള് ഇലക്ട്രോളിസിസ് ചെയ്യാനായിട്ട്. ഇവിടെ കേട്ടോ, ഇലക്ട്രോളിസിസ് ചെയ്യാനായിട്ട് ആരെ ഉപയോഗിച്ചിട്ട് വേണം ഇലക്ട്രോളിസിസ് ചെയ്യണമെങ്കിൽ? യെസ്, നിക്കൽ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചിട്ട് വേണം ഇലക്ട്രോളിസിസ് ചെയ്യാൻ. ഓക്കെ അല്ലേ? മനസ്സിലായോ? അതിന്റെ ഇക്വേഷൻസ് ഒന്നും നമുക്ക് നോക്കാനില്ല. അറിഞ്ഞിരിക്കേണ്ട കാര്യം, പ്യുവർ ആയിട്ടുള്ള ഡൈഹൈഡ്രജൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേരിയം ഹൈഡ്രോക്സൈഡിനെ വേണം നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യാൻ. ആരുടെ പ്രസൻസിലാണ്? ഏത് ഇലക്ട്രോഡിന്റെ പ്രസൻസിലാണ് നമ്മൾ ചെയ്യേണ്ടത്? നിക്കൽ ഇലക്ട്രോഡിന്റെ പ്രസൻസിലായിരിക്കണം ഈ ഒരു ഇലക്ട്രോളിസിസ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഡൈഹൈഡ്രജൻ ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പ്യുവർ ആയിട്ടുള്ള ഡൈഹൈഡ്രജൻ നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? അപ്പോ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇലക്ട്രോളിസിസ് ആണ്. ആരുടെ ഇലക്ട്രോളിസിസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ അസിഡിഫൈഡ് വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് ആണ് നമ്മൾ പറഞ്ഞത്. അസിഡിഫൈഡ് വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് കാഥോഡിൽ അല്ലെ, നമുക്ക് കാഥോഡിൽ ആരെ കിട്ടുന്നുണ്ടാവുന്ന നമ്മൾ പറഞ്ഞിട്ടുള്ളത്? കാഥോഡിലാണ് നമുക്ക് ആരെ കിട്ടുന്നത്? ഡൈഹൈഡ്രജൻ നമുക്ക് കിട്ടുന്നത്. കാഥോഡിലാണ് നമുക്ക് ആനോഡിൽ നമുക്ക് ആരെ കിട്ടും? രണ്ടാമത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള H2 അല്ലെ, വാം അക്വ സൊല്യൂഷൻ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. ആരുടെ ഹെൽപ്പോട് കൂടിയാണ്? നിക്കൽ ഇലക്ട്രോഡുകളുടെ ഹെൽപ്പോട് കൂടിയാണ്. ഇനി തേർഡ് വൺ, മൂന്നാമത്തെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആണ് ആരുടെ? ഇലക്ട്രോളിസിസ് തന്നെയാണ് ബ്രൈൻ സൊല്യൂഷൻ. ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ NaCl സൊല്യൂഷൻ ആണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഹൈഡ്രജൻ ഗ്യാസിനെ നമുക്ക് കാഥോഡിൽ ഒപ്റ്റെയിൻ ചെയ്യുന്നു. തന്നിട്ടുണ്ട് ബ്രൈൻ സൊല്യൂഷൻ അഥവാ NaCl സൊല്യൂഷന്റെ ഇലക്ട്രോളിസിസ് വഴി ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഒപ്റ്റെയിൻഡ് അറ്റ് ദി കാഥോഡ്. റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് നടക്കുന്നത്. അപ്പൊ 2Cl minus gives Cl2+2 ഇലക്ട്രോൺ. കാഥോഡിലാവുമ്പോൾ 2H2O+2 ഇലക്ട്രോൺ ഗീവ്സ് H2+2OH minus H2 എവിടെ വരുന്നത്? കാഥോഡിലാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നത് അല്ലെ. ഓക്സിഡേഷനും റിഡക്ഷനുമാണ് ഇവിടെ നടക്കുന്നത് അല്ലെ. ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് ആനോഡില്, റിഡക്ഷൻ നടക്കുന്നുണ്ട് കാഥോഡില്. ഓക്കെ അല്ലെ? ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഓവറോൾ റിയാക്ഷൻ നമുക്ക് എങ്ങനെ എഴുതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2Na ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. രണ്ട് ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്, റിയാക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 2NaCl plus 2H2O gives Cl2 plus H2 plus 2NaOH അല്ലെ. ഏതാണ് നോക്കി. ഇതപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് 2NaCl plus 2H2O gives Cl2 plus H2
2NaOH. കണ്ടോ, ഇവിടെ ആരെ കിട്ടി? നമ്മുടെ ആവശ്യക്കാരനായിട്ടുള്ള ഡൈഹൈഡ്രജന് കിട്ടി. പിന്നെ ബൈ പ്രൊഡക്ട്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് ക്ലോറിനും സോഡിയം ഹൈഡ്രോക്സൈഡും. മനസ്സിലായോ? അപ്പൊ NaCl സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് H2 ഗ്യാസിനെ എവിടെ കിട്ടുമെന്നാണ് പറയുന്നത്? കാഥോഡിൽ നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലെ? കാഥോഡിൽ നമുക്ക് ആരെ കിട്ടും? H2 ഗ്യാസിനെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ ആണല്ലോ? പിടികിട്ടിയല്ലോ? ഇനി നമുക്ക് നാലാമത്തെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആണ് പോവാനായിട്ട് പോകുന്നത്. നാലാമത്തെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലേക്ക് പോവാം. ഡൈഹൈഡ്രജന്റെ ഫോർത്ത് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷൻ ആണ് അടുത്തത്. നാലാമത്തത് വരുന്നത് സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷൻ ആണ്. ബൈ ദ റിയാക്ഷൻ ഓഫ് സ്റ്റീം on hydrocarbon or coke at high temperature in the presence of catalyst. ഇപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് ഇലക്ട്രോളിസിന്റെ കാര്യമായിരുന്നു അല്ലെ? ഈ കഴിഞ്ഞ 3 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 3 മെത്തേഡുകളും ഇലക്ട്രോളിസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ അസിഡിഫൈഡ് വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പ്യുർ ഹൈഡ്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബേരിയം ഹൈഡ്രോക്സൈഡിന്റെ വാം അക്വ സൊല്യൂഷൻ ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ബ്രൈൻ അല്ലെങ്കിൽ NaCl സൊല്യൂഷനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുന്നു. ഇനി നമ്മൾ സ്റ്റീമുമായിട്ടുള്ള റിയാക്ഷൻ ആണ് പറയാൻ പോകുന്നത്. അപ്പോ സ്റ്റീമുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ കടത്തിവിടുകയാണ്. അല്ലെങ്കിൽ കോക്ക്, ഒന്നില്ലെങ്കിൽ ഹൈഡ്രോ കാർബണെയോ, കോക്ക് എന്ന് പറയുമ്പോൾ കാർബൺ അല്ലെ, നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ സ്റ്റീമുമായിട്ട് റിയാക്ഷൻ നടത്താൻ പോവാണ്. അപ്പൊ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടും എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് മൈൻഡിൽ ഒന്ന് വിചാരിക്കുക, ഒരു വലിയൊരു സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആ വലിയ സിലിണ്ടറിൽ നല്ല ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റീം ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. നല്ല ഹൈ ടെമ്പറേച്ചർ, ഇപ്പൊ 1270 കെൽവിൻ എന്നൊക്കെ പറയുമ്പോൾ അത്രയും നല്ല ഹൈ ടെമ്പറേച്ചറിൽ എന്താണ്? സ്റ്റീം ആണ് ഉള്ളത്. ആ സ്റ്റീമിലേക്ക് നമ്മൾ ഹൈഡ്രോ കാർബണെയോ അല്ലെങ്കിൽ കോക്ക് കാർബണെയോ നമ്മൾ കടത്തിവിടാനായിട്ട് പോവാണ്. ഇപ്പൊ നമ്മൾ ഹൈഡ്രോ കാർബൺ തന്നെ വിചാരിച്ചോളൂ. ഇപ്പൊ ഹൈഡ്രോ കാർബൺ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, CH4 എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടല്ലോ. കണ്ടോ, CH4 മീഥെയിൻ അല്ലെ നമുക്ക് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ CH4നെ ഈ ഒരു വലിയൊരു ഈ സ്റ്റീമുള്ള സിലിണ്ടറിലേക്ക് നമ്മൾ കടത്തിവിടുകയാണെന്നുണ്ടെങ്കിൽ ഈ CH4 അതിന്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിന്റെ ഉള്ളിൽ ഫുൾ എന്താ ഉള്ളത്? സ്റ്റീം ആണല്ലേ. സ്റ്റീം എന്ന് പറയുമ്പോൾ വാട്ടർ വേപ്പർ അല്ലെ, H2O അല്ലെ, വാട്ടർ വേപ്പർ ആണ് ധാരാളമായിട്ടുള്ളത് ആണല്ലോ. അപ്പൊ ഈ CH4ന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും എന്നറിയോ? ഈ കാർബൺ അല്ലെങ്കിൽ ഈ മീഥെയിൻ വന്നിട്ട് അതിന്റെ ചുറ്റുമുള്ള 4 ഹൈഡ്രജനെയും വിട്ടു എന്റെ അടുത്ത് തള്ളിപ്പോ പറഞ്ഞിട്ട് 4 ഹൈഡ്രജനെയും ഒഴിവാക്കിക്കൊണ്ട് ഈ H2O അല്ലെ, വാട്ടർ മോളിക്യൂൾസ് അല്ലെ ചുറ്റും സ്റ്റീമിലുള്ളത്, അതിലുള്ള ഓക്സിജനെ കയറി പിടിക്കും. ഓക്സിജനിലേക്ക് അവർക്ക് ഒരു അട്രാക്ഷൻ കൂടും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കാർബണും ഈ വാട്ടർ വേപ്പറിലുള്ള ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡ് ഫോം ചെയ്യും. പിന്നെ എന്താ അവിടെ ഉള്ളത്? ഈ കാർബൺ വിട്ടുകൊടുത്ത ഹൈഡ്രജൻ ഉണ്ട്. പോരാതെ H2Oയില് ഓക്സിജൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹൈഡ്രജൻ ഉണ്ട്. അവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഭാഗത്ത് നിൽക്കും. അതാണ് ഈ ഹൈഡ്രജൻ. മനസ്സിലായോ? അപ്പൊ നമുക്ക് അങ്ങനെ ബൾക്കായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു എമൗണ്ട് ഓഫ് ഹൈഡ്രജനെ നമുക്ക് ആ ഒരു മെത്തേഡിൽ നമുക്ക് കിട്ടും. പിടികിട്ടിയോ? അതാണ് സ്റ്റീം ഓൺ ഹൈഡ്രോ കാർബണിന്റെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം. കാർബൺ നമ്മൾ ഒന്നില്ലെങ്കിൽ കാർബണെയോ അല്ലെങ്കിൽ മീഥെയിൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും കാർബണുമുള്ള ആൾക്കാരാണല്ലോ ഹൈഡ്രോ കാർബൺ നമ്മൾ പറയുന്നത്. അപ്പൊ ഒന്നില്ലെങ്കിൽ ഹൈഡ്രോ കാർബണെയോ അല്ലെങ്കിൽ കോക്ക് എന്ന് പറഞ്ഞാൽ കാർബൺ ആണല്ലേ, കാർബണെയോ നമ്മളൊരു ഹൈ ടെമ്പറേച്ചർ സ്റ്റീമിലേക്ക് നമ്മൾ കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർബൺ എന്ത് ചെയ്യുന്നറിയോ? അവന്റെ ചുറ്റുമുള്ള ഹൈഡ്രജനെ റിലീസ് ചെയ്തുകൊണ്ട് ഈ വാട്ടറിലുള്ള H2O അല്ലെ, സ്റ്റീം എന്ന് പറയുമ്പോൾ H2O വാട്ടർ വേപ്പേഴ്സ് ആണെങ്കിൽ വാട്ടർ മോളിക്യൂൾസ് ആണ് ധാരാളമായിട്ടുള്ളത്, അതിലുള്ള ഓക്സിജനെ കയറി പിടിക്കും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? കാർബൺ മോണോക്സൈഡ് ACO ഫോം ചെയ്യുകയും അതിൽ നിന്നും ബാക്കി കിടക്കുന്ന ഹൈഡ്രജനും ഈ കാർബൺ പോയപ്പോൾ അവിടെയുള്ള ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് ധാരാളം ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഡൈഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഫോം ചെയ്യുകയും ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണല്ലോ? പിടികിട്ടിയോ? ഇങ്ങനെയുള്ള ഈ ഒരു റിയാക്ഷൻ ആണ് നാലാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ കാറ്റലിസ്റ്റ് ഉണ്ട്. ഓരോ റിയാക്ഷനും അതിൻ്റെതായിട്ടുള്ള കാറ്റലിസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ? ഇനി
ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കാർബൺ മോണോക്സൈഡിന്റെയും ഈ ഹൈഡ്രജന്റെയും നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുന്നില്ലേ, ഈ നിങ്ങൾ സിലിണ്ടറിലേക്ക് നമ്മൾ ഈ ഓർഗാനിക് കോമ്പൗണ്ടിനെ കടത്തി വിട്ടിയപ്പോ നമുക്ക് എന്ത് കിട്ടി? കാർബൺ മോണോക്സൈഡ് ഒരു ഭാഗത്ത് കിട്ടി, ഹൈഡ്രജൻ ഒരു ഭാഗത്ത് കിട്ടി അല്ലെ. ഈ രണ്ടുപേരുടെയും ആ മിക്സ്ചറിനെ വിളിക്കുന്ന പേരുകളുണ്ട്, അത് എപ്പോഴും ഓർത്ത് വെക്കണം. ഒന്ന് വാട്ടർ ഗ്യാസ്, അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്, അല്ലെങ്കിൽ സിൻ ഗ്യാസ്. ഈ മൂന്ന് പേരുകൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. വാട്ടർ ഗ്യാസ്, സിന്തസിസ് ഗ്യാസ്, സിൻ ഗ്യാസ്. ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ആരുടെ മിക്സ്ചർ ആണെന്ന് ശ്രദ്ധിക്കണം. വേറെയും വരുന്നുണ്ട്, ഇനി പ്രൊഡ്യൂസർ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണം, ആരുടെ മിക്സ്ചർ ആണ്? കാർബൺ മോണോക്സൈഡിന്റെയും H2 ഹൈഡ്രജന്റെയും മിക്സ്ചർ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ്. ശ്രദ്ധിക്കണം, കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജൻ H2വിന്റെയും മിക്സ്ചറിനെ പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ്, അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്, അതും അല്ലെങ്കിൽ സിൻ ഗ്യാസ്. ഓക്കെ അല്ലേ? പേര് കിട്ടിയല്ലോ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് ഹൈഡ്രോ കാർബണിന്റെ റിയാക്ഷൻ ആണ്. ഹൈഡ്രോ കാർബൺ ആരുമായിട്ടുള്ള റിയാക്ഷൻ ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സ്റ്റീം അല്ലെ, സ്റ്റീമുമായിട്ട് ഹൈ ടെമ്പറേച്ചറിലുള്ള റിയാക്ഷൻ ആണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട മൂന്ന് പേരുകളാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വാട്ടർ ഗ്യാസ്, മറ്റൊന്ന് സിൻ ഗ്യാസ്, മറ്റൊന്ന് എന്താണ്? സിന്തസിസ് ഗ്യാസ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത്, ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിൻ ഗ്യാസ് ഫ്രം കോൾ ഈസ് കോൾഡ് കോൾ ഗ്യാസിഫിക്കേഷൻ. പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് സിൻ ഗ്യാസ് ഫ്രം കോൾ. സിൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചറിനെയാണ് നമ്മൾ സിൻ ഗ്യാസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലേ. കാർബൺ മോണോക്സൈഡിന്റെയും ഹൈഡ്രജന്റെയും മിക്സ്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് സിൻ ഗ്യാസ് എന്ന് പറഞ്ഞു. അപ്പൊ ആ മിക്സ്ചർ നമുക്ക് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യാം? ഒന്നില്ലെങ്കിൽ ഹൈഡ്രോ കാർബണിൽ നിന്ന് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കാർബണിൽ നിന്നും പ്രിപ്പയർ ചെയ്യാം. കാർബൺ എന്ന് പറഞ്ഞാൽ കോക്ക്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ കോക്കിനെയാണ് ഇപ്പൊ ഞാൻ ആ സിലിണ്ടറിലേക്ക് കടത്തിവിടുന്നത് എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുന്നത്? കോക്കിൽ നിന്നുമാണ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? കാർബൺ മോണോക്സൈഡിനെയും ഹൈഡ്രജനെയും ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ കോക്കിൽ നിന്നുമാണ് നമ്മൾ ഈ ഒരു മിക്സ്ചറിനെ പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. ഓക്കെ അല്ലേ? കോൾ ഗ്യാസിഫിക്കേഷൻ. അതിന്റെ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നത് തൊട്ട് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നത് കാർബൺ എന്തായിരുന്നു? മീഥേൻ ആയിരുന്നു അല്ലെ. കാർബണും ഹൈഡ്രജനും CH4 എടുത്തത്. എന്നാൽ ഇവിടെ എടുക്കുന്നത് കാർബൺ ആണ്. കാർബണും വാട്ടറും കൂടി ചേർന്നിട്ട് 1270 കെൽവിൻ ടെമ്പറേച്ചറിൽ ചേർന്നിട്ട് കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഉണ്ടാവുന്നു. ഈ റിയാക്ഷനിൽ ഇതിനെയാണ് നമ്മൾ സിൻ ഗ്യാസ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇതാണ് സിൻ ഗ്യാസ് അല്ലെ. ഈ സിൻ ഗ്യാസിന് എടുക്കുന്ന പ്രക്രിയ ആയതുകൊണ്ട് നമ്മൾ ഇതിനെയാണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കോൾ ഗ്യാസിഫിക്കേഷൻ എന്നുള്ള പേര്. അതുപോലെ വാട്ടർ ഗ്യാസ്, സിൻ ഗ്യാസ്, സിന്തസിസ് ഗ്യാസ്, ഈ മൂന്ന് പേരും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ അല്ലേ? ഇനി ദ പ്രൊഡക്ഷൻ ഓഫ് ഡൈഹൈഡ്രജൻ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ റിയാക്ടിങ് കാർബൺ മോണോക്സൈഡ് ഓഫ് സിൻ ഗ്യാസ് മിക്സ്ചേഴ്സ് വിത്ത് സ്റ്റീം ഇൻ ദ പ്രസൻസ് ഓഫ് അയൺ ക്രോമേറ്റ് ആസ് കാറ്റലിസ്റ്റ്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ നമുക്ക് കൂട്ടാം, നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഈ സിൻ ഗ്യാസത്തെ കാർബൺ മോണോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും സ്റ്റീമുമായിട്ട് റിയാക്ഷൻ നടത്തുകയാണ്. ശ്രദ്ധിക്കണേ, സിൻ ഗ്യാസത്തെ കാർബൺ മോണോക്സൈഡ്. സിൻ ഗ്യാസ് എന്ന് പറയുമ്പോൾ ആരാണ്? കാർബൺ മോണോക്സൈഡിന്റെയും H2ഉം കൂടി ചേർന്നിട്ടാണ് സിൻ ഗ്യാസ് എന്ന് പറയുന്നത് അല്ലെ. ഇവരാണ് നമ്മുടെ സിൻ ഗ്യാസ്. കാർബൺ മോണോക്സൈഡും H2 ആണ് സിൻ ഗ്യാസ്. അപ്പോ ഈ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡൈഹൈഡ്രജന്റെ പ്രൊഡക്ഷൻ ഒന്നും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സിൻ ഗ്യാസത്തെ ഈ കാർബൺ മോണോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ആരുമായിട്ട് റിയാക്ഷൻ നടത്തുന്നു? സ്റ്റീം എന്ന് പറയുമ്പോൾ H2O അല്ലെ. സ്റ്റീം എന്ന് പറയുമ്പോൾ H2Oയുമായിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? റിയാക്ഷൻ നടത്തുന്നു. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടാവും? ഒന്നും കൂടി അല്ലെ, ധാരാളം എന്ത് കിട്ടും? ഡൈഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്ക് അതിന്റെ റിയാക്ഷൻ ഒന്ന് നോക്കി നോക്കാം. എന്താ റിയാക്ഷൻ? നോക്കി. കാർബൺ മോണോക്സൈഡ് അല്ലെ, കാർബൺ മോണോക്സൈഡ് പ്ലസ് വാട്ടർ, അതായത് H2O എത്ര കെൽവിൻ ടെമ്പറേച്ചറിലാണ്? 673 കെൽവിൻ ടെമ്പറേച്ചറിലും
ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിലും റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്കറിയാം വീണ്ടും കാർബൺ മോണോക്സൈഡ് ആണ് സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് കയറി പോകുന്നത്. ഈ കാർബൺ മോണോക്സൈഡിന് എന്തിനുള്ള ടെൻഡൻസി കൂടുതലാണ്? വാട്ടർ മോളിക്യൂൾസിലുള്ള ഓക്സിജനെ കയറി പിടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് അല്ലെ? അപ്പൊ അവരെന്ത് ചെയ്യും? H2O ഓക്സിജനൊക്കെ എന്ത് ചെയ്യും? ചാടിക്കറി പിടിക്കും. ചാടിക്കറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്തായിട്ട് മാറും? കാർബൺ മോണോക്സൈഡും ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ? കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുകയും ബാക്കി എന്താ അവിടെയുള്ളത്? ഡൈഹൈഡ്രജൻ ആണുള്ളത് അല്ലെ? അപ്പൊ ഡൈഹൈഡ്രജൻ ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് നല്ലൊരു ബൾക്ക് എമൗണ്ടിൽ നമുക്ക് ഡൈഹൈഡ്രജൻ ഗ്യാസിനെ ഒപ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു വഴിയാണ് ഈ വഴി. ഇതിനെ പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. എന്താണ്? വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഇതിനെ പറയുന്ന പേരാണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഓക്കെ അല്ലേ? പിടികിട്ടിയോ? വളരെ ഇമ്പോർട്ടന്റ് ആണ് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. കോൾ ഗ്യാസിഫിക്കേഷൻ, പിന്നെ എന്താണ് സിന്തസിസ് ഗ്യാസ്, വാട്ടർ ഗ്യാസ്, സിൻ ഗ്യാസ്. ഓക്കെ അല്ലേ? അപ്പോ റിയാക്ഷന് വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോന്നും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ ഒന്നും കൂടി ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? നമുക്ക് സിൻ ഗ്യാസിൽ കിട്ടിയിട്ടുള്ള കാർബൺ മോണോക്സൈഡിനെ എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു? സിൻ ഗ്യാസിൽ കിട്ടിയിട്ടുള്ള കാർബൺ മോണോക്സൈഡ് നമ്മൾ എഗെയിൻ എന്ത് ചെയ്യുന്നു? വീണ്ടും സ്റ്റീമുമായിട്ട് റിയാക്ഷൻ നടത്തുന്നു. അങ്ങനെ സ്റ്റീമുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ കാർബൺ മോണോക്സൈഡ് ഓക്സിജനെയൊക്കെ വലിക്കും, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യും. ബാലൻസ് വരുന്ന ഹൈഡ്രജൻ ഒക്കെ കൂടിയിട്ട് ഡൈഹൈഡ്രജൻ ഗ്യാസ് നമുക്ക് കിട്ടുന്നു. ഇത് നമ്മൾ വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായോ? പിന്നെ കോൾ ഗ്യാസിഫിക്കേഷൻ. കോൾ ഗ്യാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്? കോളിൽ നിന്നുമാണ് നമ്മൾ സിൻ ഗ്യാസിനെ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു റിയാക്ഷൻ, ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് കോൾ ഗ്യാസിഫിക്കേഷൻ. പിന്നെ ഈ സ്റ്റീമും ഹൈഡ്രോ കാർബണും തമ്മിലുള്ള റിയാക്ഷൻ വഴി കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് വാട്ടർ ഗ്യാസ്, അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്, അല്ലെങ്കിൽ സിൻ ഗ്യാസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇവരുടെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഡൈഹൈഡ്രജന്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷനിൽ വരുന്ന ഭാഗം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഡൈഹൈഡ്രജന്റെ കൊമേഴ്ഷ്യൽ പ്രിപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് അവരുടെ യൂസസ് ആണ്. ഡൈഹൈഡ്രജന്റെ യൂസസ് ആണ്. ഏകദേശം ഒരു 6 യൂസസ് ഉള്ളത്. ഞാൻ നോട്ട്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ധാരാളം നമുക്ക് ഇനിയും കിട്ടും. പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഒരു 6 തന്നിട്ട് യൂസസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത്, ഡൈഹൈഡ്രജൻ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചർ HNO3 നൈട്രിക് ആസിഡിന്റെയും അമോണിയയുടെയും മാനുഫാക്ചറിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരാളാണ് ഡൈഹൈഡ്രജൻ. മെയിൻലി നമുക്ക് യൂസ് ചെയ്യാം ഡൈഹൈഡ്രജന്. അതിൽ നമ്മൾ NH3 എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. എവിടെ നമ്മൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? NH3 നമ്മൾ എവിടെ പറഞ്ഞു? കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ? കെമിക്കൽ പ്രോപ്പർട്ടീസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആരുമായിട്ട്, നൈട്രജനുമായിട്ട് നമ്മുടെ ഡൈഹൈഡ്രജൻ റിയാക്ട് ചെയ്തിട്ട് NH3 ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? അമോണിയ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ ആണല്ലോ? സോ അത് തന്നെയാണ് ഇവിടെ വീണ്ടും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒപ്പം ആര് കൂടി ഉണ്ട്? നൈട്രിക് ആസിഡിന്റെ HNO3 മാനുഫാക്ചറിങ്ങിന് കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഡൈഹൈഡ്രജൻ നമുക്ക് മെയിൻലി യൂസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് വനസ്പതി ഫാറ്റ് ബൈ ദ ഹൈഡ്രജനൈസേഷൻ ഓഫ് വെജിറ്റബിൾ ഓയിൽസ് അല്ലെ? വെജിറ്റബിൾ ഓയിൽസിന്റെ ഹൈഡ്രജനേഷൻ വഴി നമുക്ക് വനസ്പതി ഫാറ്റ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൈഹൈഡ്രജനെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മെറ്റൽ ഹൈഡ്രൈഡ്സിന്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി, അതും നമ്മൾ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ? മെറ്റൽസുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ മെറ്റൽ ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? സോ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം? ഡൈഹൈഡ്രജനെ നമുക്ക് യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്, മെത്തനോൾ. ഹൈഡ്രജൻ ക്ലോറൈഡ് ഒക്കെ നമ്മൾ എവിടെ പറഞ്ഞു? കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞു ഹൈഡ്രജനും ഹാലജനും കൂടി റിയാക്ഷൻ നടന്നിട്ട് ഹൈഡ്രജൻ ഹാലൈഡ് ഫോം ചെയ്യുന്നു പറഞ്ഞു. അവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞു തന്ന കാര്യമായിരുന്നു. ഹൈഡ്രജനും ക്ലോറിനും കൂടി റിയാക്ഷൻ നടന്നിട്ട് ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ ആണല്ലോ? അപ്പൊ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ്. അതുപോലെ മെത്തനോളിന്റെ പ്രിപ്പറേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡൈഹൈഡ്രജനെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ?
മെത്തനോള് ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ പ്രിപ്പറേഷനിൽ. ഓക്കെ അല്ലെ? ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ റോക്കറ്റ് ഫ്യൂവൽ ഇൻ സ്പേസ് റിസർച്ച്. അതിനെ ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സ്പേസ് റിസർച്ചിലൊക്കെ റോക്കറ്റ്സിന്റെ ഫ്യൂവൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡൈഹൈഡ്രജനെ നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ് ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫ്യൂവൽ സെൽസ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ എനർജി. അല്ലെ, ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫ്യൂവൽ സെല്ലുകളിലൊക്കെ നമുക്ക് ആരെ യൂസ് ചെയ്യാം, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്, അപ്പൊ ഫ്യൂവൽ സെല്ലിലൊക്കെ നമുക്ക് ഹൈഡ്രജനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ? ഇത്രയുമാണ് നമുക്ക് ഡൈഹൈഡ്രജന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ഭാഗത്ത് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് കുറച്ച് പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ മെയിൻലി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഹൈഡ്രജന്റെ റിസംബ്ലൻസ് വിത്ത് ആൽക്കലി മെറ്റൽസ് ആൻഡ് ഹാലജൻസുമായിട്ടുള്ള റിസംബ്ലൻസ് ഒന്ന് ഓർത്ത് വെക്കുക. ഫസ്റ്റ് ഗ്രൂപ്പും 17th ഗ്രൂപ്പുമായിട്ടുള്ള റിസംബ്ലൻസ് ഓർത്ത് വെക്കുക. പിന്നെ ഐസോട്ടോപ്പ് ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നുള്ളതാണ് ഐസോട്ടോപ്പുകൾ, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൽ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ട്രിഷ്യം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണെന്ന് ഓർത്ത് വെക്കുക. പ്രോട്ടിയം എന്ന് പറയുന്നത് മേജർ ഫോം ആണ് പ്രോട്ടിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പിന്നെ നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഹാലൈഡുകൾ ഫോം ചെയ്യുന്നു. ഹാലജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് വാട്ടർ ആണ് ഫോം ചെയ്യുന്നത് ഓർത്ത് വെക്കുക. നൈട്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അവിടെ ഓർത്തിരിക്കേണ്ട കാര്യം അവിടുത്തെ ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്. 773 കെൽവിൻ ആണ് ടെമ്പറേച്ചർ, 200 ATM ആണ് അവിടുത്തെ പ്രഷർ. അതുപോലെ കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്നത് അയേണും മോളിബ്ഡിനുമാണ് അവിടുത്തെ കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? പിന്നെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ്. മെറ്റൽസുമായിട്ട് റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഫോം ചെയ്യുന്നത് മെറ്റൽ ഹൈഡ്രൈഡുകളാണെന്ന് ഓർത്ത് വെക്കുക. എഗെയിൻ പിന്നെ വരുന്നത് ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ നമ്മൾ പറഞ്ഞു ഹൈഡ്രോഫോർമൈലേഷൻ ഓഫ് ആൽക്കീൻ റിയാക്ഷൻ, അതൊന്ന് ഓർത്ത് വെക്കുക. ആൽഡിഹൈഡ് കിട്ടുന്നു. ആൽക്കീൻസിനെ ഹൈഡ്രജനുമായിട്ട് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡ് കിട്ടുന്നു. ആൽഡിഹൈഡ് നമ്മൾ വീണ്ടും റിഡക്ഷൻ നടത്തി കഴിയുമ്പോൾ ആൽക്കഹോൾസ് നമുക്ക് ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതൊക്കെ അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ഭാഗമാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വായിച്ച് നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ, സിമ്പിൾ ആയിട്ടുള്ളതാണ്. എഗെയിൻ അതിന്റെ പ്രിപ്പറേഷൻസിലേക്ക് പോകുമ്പോൾ ലബോറട്ടറി പ്രിപ്പറേഷനിൽ എന്താണ്, സിങ്കും ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് റിയാക്ഷൻ നടന്നിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നത് അക്വസ് ആൽക്കലി NaOH റിയാക്ഷൻ നടന്നിട്ട് ഫോം ചെയ്യുന്നു. പിന്നെ അവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ അല്ലെ? കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ഇലക്ട്രോളിസിസ് ഓർത്ത് വെക്കുക. അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഈ 3 പേരുകൾ: വാട്ടർ ഗ്യാസ്, സിന്തസിസ് ഗ്യാസ്, സിൻഗ്യാസ്. അതുപോലെ തന്നെ കോൾ ഗ്യാസിഫിക്കേഷൻ എന്നുള്ള പേര്, വാട്ടർ ഗ്യാസ് ഷിഫ്റ്റ് റിയാക്ഷൻ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് തന്നിട്ടുള്ളത്. അത് നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. ഓക്കെ അല്ലെ? പിന്നെ അവരുടെ യൂസസ്, ഡൈഹൈഡ്രജന്റെ യൂസസ്. ഓക്കെ ആണല്ലോ? അതിൽ റോക്കറ്റ് ഫ്യൂവലിന്റെ കാര്യം ഫ്യൂവൽ സെൽസിൽ ഉപയോഗിക്കുന്നു. പിന്നെ ബാക്കിയുള്ളൊക്കെ നമുക്ക് നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്ന ഭാഗങ്ങളാണ്. അതിനെ നമുക്ക് എടുത്തെഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ അല്ലെ? റോക്കറ്റ് ഫ്യൂവലും ഫ്യൂവൽ സെൽസിൽ ഇലക്ട്രിക്കൽ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് മൈൻഡിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ആണല്ലേ? സോ നമുക്ക് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു.